മറ്റൊരാളുടെ വിലാസത്തിൽ ഓൺലൈനിൽ ഉൽപ്പന്നം വാങ്ങിയാൽ ഉപഭോക്താ അവകാശങ്ങൾ ഇല്ലാതാവുന്നില്ലെന്ന് ഉപഭോക്താ തർക്ക പരിഹാര ഫോറം. ഫ്ലിപ്കാർട്ടിന് പിഴ ഈടാക്കേണ്ടതുകൊണ്ട് എറണാകുളം ഉപഭോക്താ തർക്ക പരിഹാര ഫോറത്തിന്റേതാണ് ഉത്തരവ്. 36,000 രൂപ ഫ്ലിപ്കാർട്ട് ഉപഭോക്താവിന് നൽകണമെന്നും നിർദ്ദേശമുണ്ട്. സുഹൃത്തിന്റെ ഓൺലൈൻ അക്കൗണ്ട് മുഖേന വാങ്ങിയ ഉൽപ്പന്നത്തിന്റെ യഥാർത്ഥ ഉപഭോക്താവിന് നഷ്ടപരിഹാരത്തിന് അർഹതയില്ലെന്ന വാദം തള്ളിക്കൊണ്ടാണ് എറണാകുളം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറം ഫ്ലിപ്കാർട്ടിന് പിഴ ചുമത്തിയത്. ഉൽപ്പന്നത്തിന്റെ വില ഉൾപ്പെടെ 36,000 രൂപ നഷ്ടപരിഹാരം ഉപഭോക്താവിന് ഫ്ലിപ്കാർട്ട് നൽകാനാണ് ഉത്തരവ്. എറണാകുളം ആലങ്ങോട് സ്വദേശിയായിരുന്നു പരാതിക്കാരൻ. 2019 ജനുവരി മാസമാണ് പരാതിക്കാരൻ ഫ്ലിപ്കാർട്ട് വഴി LED സ്മാർട്ട് TV വാങ്ങിയത്. ആദ്യം 1 വർഷത്തേക്കുള്ള വാറന്റിയും പിന്നീട് 2 വർഷത്തേക്ക് എക്സ്റ്റൻഡഡ് വാറന്റിയും ടിവിക്ക് ഉണ്ടായിരുന്നു. 2021 ഓഗസ്റ്റ് മാസം TV പ്രവർത്തനരഹിതമായി. തുടർന്ന് റിപ്പയർ ചെയ്യുന്നതിനായി ഫ്ലിപ്കാർട്ടിനെയും വിതരണ കമ്പനിയെയും സമീപിച്ചു. വാറന്റി കാലയളവിനുള്ളിൽ ആയതിനാൽ TV പ്രവർത്തനക്ഷമമാക്കി നൽകണമെന്നായിരുന്നു പരാതിക്കാരന്റെ ആവശ്യം. ടിവിക്ക് വാറന്റി നിലവിലുള്ളതിനാലും അത് റിപ്പയർ ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യത്തിലും TV വാങ്ങിയ തുകയായ 15,852 രൂപയിൽ നിന്നും 4,700-ലധികം രൂപ കുറവ് വരുത്തി 11,000 രൂപ തിരികെ നൽകാമെന്ന് ഫ്ലിപ്കാർട്ട് ഉൾപ്പെടെയുള്ള എതിർകക്ഷികൾ സമ്മതിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ വാഗ്ദാനം ചെയ്തതുപോലെ തുക നൽകാൻ എതിർകക്ഷികൾ തയ്യാറായില്ല. പരാതിക്കാരൻ തങ്ങളുടെ ഉപഭോക്താവല്ല എന്ന നിലപാടാണ് ഫ്ലിപ്കാർട്ട് ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറത്തിൽ സ്വീകരിച്ചത്. അതേസമയം തന്റെ വിലാസത്തിൽ ഫ്ലിപ്കാർട്ടിന് ഷിപ്പിംഗ് സൗകര്യം ഇല്ലാതിരുന്നതിനാലാണ് മറ്റൊരാളുടെ വിലാസത്തിൽ വാങ്ങിയതെന്ന് പരാതിക്കാരൻ ബോധിപ്പിച്ചിരുന്നു. ഇത് ശരിവെച്ചുകൊണ്ടാണ് യഥാർത്ഥ ഉപഭോക്താവിന് നഷ്ടപരിഹാരത്തിന് അവകാശമുണ്ടെന്ന് DB ബിനു അധ്യക്ഷനായ എറണാകുളം ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറം ഉത്തരവിട്ടത്. ജനം, കൊച്ചി.